ഹൈ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം കോൺക്രീവ് എഴുതിയ ദ വേ ഓഫ് ദ വേൾഡ് എന്ന പ്ലേ ആണ്. 1700 കാലഘട്ടങ്ങളിലാണ് ലിങ്കൺ ഇൻ ഫീൽഡ്സ് ലണ്ടനിൽ ഈ പ്ലേ ആദ്യമായിട്ട് കളിച്ചു തുടങ്ങുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറേഷൻ കോമഡീസ്. എന്നാൽ പോലും ആ ഒരു കാലഘട്ടങ്ങൾ, അതായത് എഴുതിയ കാലഘട്ടങ്ങളിലായിക്കോട്ടെ, പെർഫോം ചെയ്ത കാലഘട്ടങ്ങളിലായിക്കോട്ടെ, അധികം ആൾക്കാരും സപ്പോർട്ട് ചെയ്യാത്തൊരു പ്ലേ ആയിരുന്നു ഇത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇമ്മൊറാലിറ്റിയാണ്. അതായത് ഈ പ്ലേയിൽ നിങ്ങൾക്ക് എൻ്റെ കാണാൻ സാധിക്കുന്ന ഒരുപാട് തരത്തിൽ ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് അവീത ബന്ധങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ചുരുക്കി പറയാനാണെങ്കിൽ 2 ആൾക്കാരുടെ ഒരു പ്രണയവും അതുപോലെ തന്നെ വിവാഹം, ഈ ഒരു കാര്യമാണ് ദ വേ ഓഫ് ദ വേൾഡിൽ ഉള്ളത്. അതായത് മിറബൽ അതുപോലെ തന്നെ മിലമെൻ്റ് എന്ന് പറയുന്ന 2 ലവേഴ്സ്, അവർക്ക് വിവാഹം ചെയ്യുന്നതിന് വേണ്ടി ഒരു വഴി കണ്ടെത്തണം. അത് എളുപ്പമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവർ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇൻഹെറൻ്റായി കിട്ടേണ്ട സ്വത്ത് കിട്ടില്ല. അപ്പോൾ സ്വത്ത് കിട്ടുകയും വേണം, അതുപോലെ തന്നെ വിവാഹം ചെയ്യുകയും വേണം. അവരെങ്ങനെയാണ് ഫൈനലി ഒരു ഡിസിഷനിൽ എത്തുന്നത് എന്നാണ് ഈ പ്ലേയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഈ പല ക്യാരക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ആകെ കൂടി നോക്കുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞൊരു പ്ലേ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പ്ലേയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാവുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അരബെല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഈ അരബെല്ലയുടെ ആദ്യത്തെ ഹസ്ബൻഡാണ് ലാംഗ്വിഷ്. ലാംഗ്വിഷിൻ്റെ മരണശേഷം അരബെല്ലയ്ക്ക് ലാംഗ്വിഷിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം, അതായത് ഭർത്താവിൻ്റെ മരണശേഷം എഡ്വാർഡ് മിറബൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഈ അരബെല്ലയ്ക്ക് ഒരു രഹസ്യബന്ധം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എഡ്വാർഡ് മിറബലാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ അല്ലെങ്കിൽ ഈ പ്ലേയുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അരബെല്ലയും എഡ്വാർഡും തമ്മിലുള്ള രഹസ്യബന്ധം മറ്റാരും അറിയാതെ കുറേ കാലം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കും ഒരു ദിവസം മിറബൽ ചിന്തിക്കുകയാണ്, ഈ ബന്ധം കുറേ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക്, അതായത് എന്നിൽ അവൾക്കൊരു കുട്ടി കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഓൾറെഡി ഇതൊരു വിടവാണ്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നിലയും വിലയൊക്കെ നോക്കുവാണെങ്കിൽ മിക്കവാറും ഞാൻ തന്നെ ഇവളെ വിവാഹം ചെയ്യേണ്ടി വരും തുടങ്ങിയ തോട്ട്സ് എഡ്വാർഡ് മിറബലിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഡ്വാർഡ് എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ അരബെല്ലയെ മറ്റൊരു വ്യക്തിയെ കൊണ്ട് വിവാഹം ചെയ്യിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, അങ്ങനെ എഡ്വാർഡ് തന്നെ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നുണ്ട്. മിസ്റ്റർ ഫെയ്നൽ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് മിറബൽ അരബെല്ലയെ വിവാഹം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ആ വിവാഹത്തിന് ശേഷം ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിലാണ്, അതായത് അടിച്ചു വരികയല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഫെയ്നലിനെ പറ്റി പറയാനാണെങ്കിൽ, ഇയാൾ മാക്സിമം അത് നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സ്വത്ത് മാത്രമാണ്. പണത്തിൻ്റെ ഒറ്റ കേസിലാണ് ആക്ച്വലി ഇങ്ങനെ വിവാഹം നടക്കുന്നത്. ഈ പ്ലോട്ടിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഒരു കാര്യം ഇത് തന്നെയാണ്, ബന്ധങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നത് പണത്തിന് തന്നെയാണ്. ഇപ്പോൾ ഈ എൻഡിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് പ്ലോട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ മെയിൻ ക്യാരക്ടറായ മിറബല് മറ്റൊരു പെൺകുട്ടിയാണ് സ്നേഹിക്കാനായിട്ട് പോകുന്നത്. ഈ പെൺകുട്ടി ആരാണെന്ന് വെച്ചാൽ ഇയാളുടെ തന്നെ ആദ്യ കാമുകിയുടെ കസിനാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞത്. അരബെല്ലയുടെ കസിനാണ് ഈ പെൺകുട്ടി. മറ്റൊരു ബന്ധം എന്ന് പറയുന്നത്, ആ പെൺകുട്ടി താമസിക്കുന്നത് അരബെല്ലയുടെ അമ്മയുടെ കൂടിയാണ്. വിച്ച് മീൻസ് ദാറ്റ് ഇവരൊക്കെ റിലേറ്റീവ്സ് ആണ് എന്നാണ് അർത്ഥം. ഇനി അരബെല്ലയുടെ അമ്മയെപ്പറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ പേര് ലേഡി വിഷ്ഫോർട്ട് എന്നാണ്. ഒരു 50-55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ് ലേഡി വിഷ്ഫോർട്ട്. ഓക്കെ, അവർക്കും ഇപ്പോൾ ഭർത്താവില്ല. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പുരുഷ വിരോധി എന്ന രീതിയിലാണ് ലേഡി വിഷ്ഫോർട്ടിനെ അവതരിപ്പിക്കുന്നതെങ്കിൽ കൂടി നമ്മളൊന്നുകൂടി സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മനസ്സിൻ്റെ ഒരു ചാഞ്ചായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, തന്നെ ആദ്യ കാമുകി ഉപേക്ഷിച്ച ശേഷം ഇപ്പോൾ മിറബൽ പോകുന്നത് തൻ്റെ രണ്ടാമത്തെ കാമുകിയുടെ അടുത്തേക്കാണ്. അതായത് മിലമെൻ്റ് എന്നാണ് പെൺകുട്ടിയുടെ പേര്. അവളിപ്പോൾ ഉള്ളത് ലേഡി വിഷ്ഫോർട്ടിൻ്റെ കൂടിയാണ്. ലേഡി വിഷ്ഫോർട്ടിൻ്റെ ഒരു മരുമകളാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായ മിറബലിൻ്റെ മുന്നിലുള്ളൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ലേഡി വിഷ്ഫോർട്ടിനെ കൊണ്ട് എങ്ങനെയും ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണം. അതായത് മിറബലും ഈ മിലമെൻ്റും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിപ്പിക്കണം. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് സമ്മതിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മിലമെൻറ്റിൻ്റെ ആസ്തി എന്ന് പറയുന്നത്, സ്വത്ത് എന്ന് പറയുന്നത് 12,000 പൗണ്ടാണ്.
എന്നാൽ അതിൽ 6000 പൗണ്ട് കൈവശം വെച്ചിരിക്കുന്നത് ഇവളുടെ ആൻഡായ ലേഡി വിഷ്ഫോർട്ടാണ്. അതായത് ലേഡി വിഷ്ഫോർട്ട് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചാൽ മാത്രമേ അവൾക്ക് അവളുടെ 6000 പൗണ്ട് കൂടി കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മിറബെല്ലിന്, അതായത് മെയിൻ ക്യാരക്ടറിന് എന്ത് വില കൊടുത്തും ലേഡി വിഷ്ഫോർട്ടിനെ സ്വന്തം കൈവെള്ളയിലാക്കിയേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് ലേഡി വിഷ്ഫോർട്ടിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. ഇവൻ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിലമിനെ കാണാൻ വേണ്ടിയിട്ടാണ്, അത് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് ലേഡി വിഷ്ഫോർട്ട് ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന് തന്നോടൊരു ക്രഷ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നത് എന്നാണ്. സോ സ്വാഭാവികമായിട്ടും ലേഡി വിഷ്ഫോർട്ടിന് തിരിച്ചും ഒരു വൺ സൈഡ് ലവ് നമ്മുടെ മിറബെല്ലിനോട് തോന്നുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ മിറബെൽ എന്ന് പറയുന്നത് ഒരു പ്ലേ ബോയ് ക്യാരക്ടർ പോലെയാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഒരു ലവ്, ഒരു അഫെക്ഷൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഈ നമ്മുടെ മിറബെല്ലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ലേഡി വിഷ്ഫോർട്ടിനും അത്തരത്തിലുള്ള ഒരു അഫെക്ഷൻ തോന്നുന്നുണ്ട്. എന്നാൽ മിറബെല്ലിന് അങ്ങനത്തെ തോട്ട് പോലും തിരിച്ചില്ല എന്നാണ് സത്യം. മിറബെൽ ഈ കാര്യം അറിയുന്ന പോലുമില്ല. മിറബെല്ലിന് ആകെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മിലമെൻറ്റിനെ വിവാഹം ചെയ്യണം, അതിന് ഈ ആൻറ്റിൻ്റെ അനുഗ്രഹം വേണം, അല്ലെങ്കിൽ സപ്പോർട്ട് വേണം. അതിനുവേണ്ടി മാത്രമാണ് അവൻ ആ വീട്ടിലേക്ക് പോകുന്നതും സംസാരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു ദിവസം മിസ്സിസ് മാർവുഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. ഈ മിസ്സിസ് മാർവുഡ് എന്ന് പറയുന്നത് ഈ ലേഡി വിഷ്ഫോർട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ മിസ്സിസ് മാർവുഡ് ഇവർ തമ്മിൽ ഉള്ള പ്രണയം കണ്ടെത്തുന്നത്, അതായത് ഈ മിറബെല്ലും മിലമെൻറ്റും തമ്മിലാണ് പ്രണയം, അല്ലാതെ നീയുമായിട്ട് അല്ല എന്നുള്ള കാര്യം ആരോട് പറയുന്നു? ലേഡി വിഷ്ഫോർട്ടിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ട് ലേഡി വിഷ്ഫോർട്ടിന് ഭയങ്കരമായ ദേഷ്യം വന്നു. അത് പ്രണയം ദേഷ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ വീട്ടിൽ കയറിയത് എന്നറിഞ്ഞ ഈ സ്ത്രീ ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ ഇനി ഒരിക്കലും തൻ്റെ മരുമകളെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കില്ല എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. സോ അതോടുകൂടിയിട്ട് 6000 പൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പം ഇനി ഒരിക്കലും ആ സ്വത്ത് കിട്ടില്ല, അത് നേരായ വഴിക്ക് കിട്ടില്ല എന്ന് നമ്മുടെ മിറബെല്ലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മിറബെല്ല് വളഞ്ഞ വഴിയിൽ എങ്ങനെ ആ സ്വത്ത് നേടിയെടുക്കാം എന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് അയാളൊരു പ്ലോട്ടിലേക്ക് എത്തുന്നത്. അതായത് എങ്ങനെയാണ് ഈ സ്ത്രീയിൽ നിന്നും, ലേഡി വിഷ്ഫോർട്ടിൽ നിന്നും ആ 6000 പൗണ്ട് വാങ്ങിയെടുക്കുക എന്നതിനെ പറ്റി അയാൾ ചിന്തിച്ചു. ഓക്കെ, ഇതേ സമയം ലേഡി വിഷ്ഫോർട്ട് ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തായാലും മിറബെല്ലിനെ കൊണ്ട് മിലമെൻറ്റെ വിവാഹം ചെയ്യിപ്പിക്കില്ല, അതിന് പകരമായിട്ട് തൻ്റെ മരുമകനായ സർ വിൽഫുൾ വിറ്റ്വുഡുമായിട്ട് വിവാഹം ചെയ്യിപ്പിക്കണം. ബിക്കോസ് അയാൾ കുറച്ച് റിച്ചാണ്, മറ്റവനെ പോലെ പൈസ ഇല്ലാത്തവനൊന്നുമല്ല. സോ ആ ഒരു കാര്യം കൊണ്ടാണ് ഈ ലേഡി വിഷ്ഫോർട്ട് തൻ്റെ മരുമകളെ വിൽഫുൾ വിറ്റ്വുഡിനെ കൊണ്ട് വിവാഹം ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നത്. ഓക്കെ, ഇതേ സമയം മിറബെല്ല് എങ്ങനെ ആ പണം കൈക്കലാക്കാന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ അയാളൊരു പ്ലോട്ട് കണ്ടെത്തുന്നുണ്ട്. ആ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ മിറബെല്ലിൻ്റെ സെർവൻ്റാണ് വെയ്റ്റ്വെൽ എന്ന് പറയുന്ന വ്യക്തി. ഈ വെയ്റ്റ്വെല്ലിനെ കൊണ്ട് ഒരു വേഷം കെട്ടിക്കുക, ഒരു പച്ചൻ്റെ വേഷം കെട്ടിക്കുക. അതായത് ഇയാളെ വിഷ്ഫോർട്ടിൻ്റെ മുന്നിലേക്ക് തൻ്റെ അങ്കിളാണ് എന്ന രീതിയിൽ എത്തിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള അവർ തമ്മിൽ എങ്ങനെയും ഒരു ലവ് റിലേഷനിൽ ഏർപ്പെടുകയും, സോ ഇതോടുകൂടിയിട്ട്, അതായത് അങ്ങനെ ഏർപ്പെടുന്ന സമയത്ത് ഏറ്റവും എൻ്റെ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു ഹീറോ എന്ന രീതിയിൽ താൻ അങ്ങോട്ട് എൻട്രി ചെയ്യുകയും അതിനുശേഷം ഇവനൊരു കള്ളനാണ്, ഇവൻ നിങ്ങളെ വഞ്ചിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല പിള്ള, അതായത് ഒരു ഗുഡ് ഫേസ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ട് മിലമെൻറ്റെ വിവാഹം ചെയ്യാൻ സാധിക്കും. ആ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ മിറബെല്ലിൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് തൻ്റെ സെർവൻ്റാണ് ഓക്കെ, എന്നാൽ പോലും അയാൾ അത്ര നല്ല രീതിയിലൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സെർവൻറ്റിനെ കൊണ്ട് ലേഡി വിഷ്ഫോർട്ടിൻ്റെ ഒരു ലേഡി സെർവൻ്റ് ഉണ്ട്, അവരുമായിട്ട് ആദ്യം ഒരു വിവാഹം ചെയ്യിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് തൻ്റെ സെർവൻറ്റിൻ്റെ മനസ്സ് മാറിയിട്ട് അവൻ ഒറിജിനലി ആ സ്ത്രീ, അതായത് ലേഡി വിഷ്ഫോർട്ടിനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ തൻ്റെ പ്ലാനൊക്കെ പൊളിയും, ഈ പണം മുഴുവൻ തൻ്റെ സെർവൻറ്റിൻ്റെ കയ്യിലെത്തും. അതുകൊണ്ട് തന്നെ ആദ്യം തൻ്റെ സെർവൻറ്റും മറ്റൊരു വേലക്കാരി തമ്മിലുള്ള വിവാഹം ചെയ്യിപ്പിക്കുക. അങ്ങനെ വരുമ്പം ഓൾറെഡി അയാളൊരു വിവാഹിതനാണ്. സോ രണ്ടാമത് ഇൻ കേസ് വിവാഹം കഴിച്ചാൽ പോലും അത് ഇല്ലീഗലായിട്ട് മാറും. അപ്പോൾ പൈസ ഒന്നും പോകത്തില്ല. സോ അങ്ങനെ ഒരു രണ്ടാമതൊരു തോട്ട് കൂടി ഈ മിറബെല്ലിൻ്റെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് എന്ത് ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്ത് ചെയ്യുകയും അതുപോലെ തന്നെ ഒരാളെ പോലും കണ്ണടച്ച് 100% വിശ്വസിക്കാത്തതുമായ ഒരു ക്യാരക്ടറാണ് മിറബെല്ലിന് ഇവിടെ കാണുന്നത്.
ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പ്ലേയുടെ ഇടയിൽ നമ്മൾ ഓരോരോ പീസായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ പ്ലേ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് 2 ആൾക്കാർ ചീട്ട് കളിക്കുന്നതാണ്. മിസ്റ്റർ മിറബലും അതുപോലെ തന്നെ മിസ്റ്റർ ഫെയ്നലും. മിസ്റ്റർ മിറബൽ നമുക്കറിയാം ഇതിൻ്റെ മെയിൻ ക്യാരക്ടറാണ്. മിസ്റ്റർ ഫെയ്നൽ എന്ന് പറയുന്നത് മിസ്റ്റർ മിറബലിൻ്റെ ആദ്യ കാമുകിയെ വിവാഹം ചെയ്ത വ്യക്തി. ഓക്കെ, ഇവർ രണ്ടുപേരും ചീട്ട് കളിക്കുകയാണ്. ഈ ചീട്ട് കളിക്കുന്ന സമയത്ത് മിസ്റ്റർ മിറബലിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ വെയിറ്റ് ചെയ്യുന്നത് തൻ്റെ വേലക്കാരൻ്റെയും മറ്റേ വേലക്കാരുടെയും വിഷ്ണുവിൻ്റെ വേലക്കാരും തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്നുള്ള ന്യൂസ് ഒന്ന് പെട്ടെന്ന് കേട്ടാൽ മതിയായിരുന്നു. അതാണ് ഇയാളുടെ മൈൻഡിലൂടെ കടന്നു വന്നത്. ഇനി രണ്ടാമത് മിസ്റ്റർ ഫിനലിൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മിസ്റ്റർ മിറബലിനെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല ഫിനലിനുള്ളത്. അതായത് തൻ്റെ ഭാര്യയെ ഇവൻ ആദ്യം ഇവൻ്റെ കാമുകിയാണ് എന്നതൊക്കെ ഒരു ഡൗട്ട് ആർക്കുണ്ട്? മിസ്റ്റർ ഫിനലിനുണ്ട്. അതായത് മിസ് അരബല്ലയുടെ ആദ്യ കാമുകനാണ് ഇവൻ എന്ന ഒരു ഡൗട്ട് മാത്രം ഇപ്പോൾ ഫിനലിൻ്റെ മൈൻഡിലൂടെ ഉണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മിസ്റ്റർ ഫെയ്നലിന് ഇപ്പം വേറൊരു അവിഹിതമുണ്ട്. അതായത് മിസ്റ്റർ ഫെയ്നലിന് ഉള്ള അവിഹിതം ആരോടാണെന്ന് വെച്ചാൽ, തൻ്റെ ഭാര്യയുടെ അമ്മയുടെ സുഹൃത്ത്, അതായത് തൻ്റെ ഭാര്യയായ മിസ്സിസ് അരബല്ല, അവളുടെ അമ്മ ലേഡി വിഷ്ഫോർട്ട്, അവളുടെ സുഹൃത്തായ മിസ്സിസ് മാർവുഡ്. മിസ്സിസ് മാർവുഡ് നമുക്ക് ഓൾറെഡി പരിചയമുണ്ട്. അതായത് മിസ്സിസ് മാർവുഡാണ് ഈ മിറബലിന് മിലമൻ്റുമായിട്ടാണ് സ്നേഹം, നിന്നോടല്ല എന്ന് വിഷ്ഫോർട്ടിനോട് പറഞ്ഞ്. ആ സെയിം മാർവുഡുമായിട്ടാണ് ഈ ഫെയ്നലിന് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആകെ നോക്കുകയാണെങ്കിൽ ഒരു ചുറ്റിപ്പിളഞ്ഞ് കിടക്കുന്ന അവിഹിതങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഇതിന് കൺഫ്യൂഷൻ ഏറ്റവും കൂടുതൽ കാരണമാക്കുന്നത്. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഈ 16-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ പീരീഡിൽ ആൾക്കാരുടെ ഒരു മനോഭാവമാണ് എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ, പുറമേ നോക്കുകയാണെങ്കിൽ അരിസ്റ്റോക്രാറ്റ് ആണ്, ഭയങ്കര ആഢ്യത്തോടെ ജീവിക്കുന്നു. പക്ഷെ പിറകിൽ നോക്കുകയാണെങ്കിൽ ആരും അറിയാത്ത പല മുഖങ്ങളിലും അവർക്കുണ്ട്, പലതരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളും അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങേക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ അരബല്ലയിൽ അതായത് മിസ്സിസ് ഫെയ്നൽ അവളും അവിടുത്തെ ഒരു വേലക്കാരായ ഫോബിളും തമ്മിൽ സംസാരിക്കുന്നത് ആര് കേൾക്കുന്നു? മിസ്സിസ് മാർവുഡ് കേൾക്കുന്നു. ഓക്കെ, അവരെന്താ സംസാരിക്കുന്നത് വെച്ചാൽ, ആദ്യം ഈ പ്ലോട്ടിനെ പറ്റിയാണ്. അതായത് ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിക്കാൻ പോകുന്നുണ്ട്, അതായത് വേലക്കാരനെ വേഷം കെട്ടിച്ച് മറ്റൊരു പേരിൽ സർ റോളണ്ട് എന്ന പേരിൽ ഒരു അങ്കിൾ എന്ന രീതിയിൽ ചിത്രീകരിച്ച് ഇവിടെ കൊണ്ടുവരാനും ഇവളെ വശീകരിക്കാനും തുടങ്ങിയ പ്ലാൻ അവർ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കേട്ടു. അതുപോലെ കേട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിസ്സിസ് അരബല്ല അതായത് മിസ്റ്റർ ഫെയ്നലിൻ്റെ വൈഫ് മുന്നേ മിറബലിൻ്റെ കാമുകിയായിരുന്നു, രഹസ്യ കാമുകിയായിരുന്നു എന്നുള്ള കാര്യം കൂടി കൺഫേം ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും കേട്ട മിസ് മാർവുഡ് ഈ കാര്യം തൻ്റെ ജാരനായ ആരെ അറിയിക്കുന്നു? മിസ്റ്റർ ഫെയ്നലിനെ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും കേട്ടപ്പോൾ ഫെയ്നൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ കൊണ്ട് തനിക്ക് എന്ത് നേടാൻ സാധിക്കും എന്നുള്ള ഒരു തോട്ട് കൂടി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് സംഭവിച്ചോട്ടെ തനിക്ക് എങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് മിസ്റ്റർ ഫെയ്നൽ എന്ന് പറയുന്നത്. അതായത് തൻ്റെ ഭാര്യയ്ക്ക് ഓൾറെഡി മുന്നേ ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് അത് തനിക്ക് എങ്ങനെ പ്രയോജനമാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാമെന്നാണ് മിസ്റ്റർ ഫെയ്നൽ ചിന്തിക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം മിസ്റ്റർ ഫെയ്നൽ നേരെ പോകുന്നത് ലേഡി വിഷ്ഫോണിൻ്റെ അടുത്താണ്. ആദ്യം തന്നെ ഈ സർ റോളണ്ടിൻ്റെ മുഖംമൂടി വലിച്ചേരുന്നു. സർ റോളണ്ട് എന്ന് പറയുന്നത് ആ വേലക്കാരൻ വേഷന്മാർ വന്നില്ല, അങ്കിളുടെ വേഷത്തിൽ വന്ന് അവൻ്റെ മുഖംമൂടി വലിച്ചു കയറിയിട്ട് പറയുകയാണ്, ഇവൻ ജസ്റ്റ് കോടീശ്വരൻ്റെ പണക്കാരൊന്നുമല്ല, ജസ്റ്റ് വേലക്കാരൻ മാത്രമാണ് എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഡ്യൂട്ടി ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ക്യാരക്ടറായ മിറബലാണ്, പക്ഷേ ഇവിടെ ചെയ്യുന്നത് മിസ്റ്റർ ഫെയ്നലാണെന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ മകളായ മിസ്സസ് അരബല്ല എന്നെ വിവാഹം ചെയ്തതിന് മുന്നേ മിറബൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പറഞ്ഞ് ഞാൻ നിങ്ങളെ നാറ്റിക്കും. അതായത് ഈ പണക്കാരുടെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈ തങ്ങൾ എന്തോ കളിച്ചോട്ടെ, പക്ഷേ ഇത് വേറൊരാൾ അറിയാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു വെച്ചാൽ, ഞാനിതെല്ലാവരും അറിയിക്കും, എനിക്ക് അറിയിക്കേണ്ടെങ്കിൽ എനിക്ക് കുറേ പണം തരണം, നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട്. അതായത് ആലോചിക്കണം, സ്വന്തം ഭാര്യയെ പറ്റിയാണ് പറയുന്നത്, സ്വന്തം ഭാര്യയുടെ കാമുകനുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർ മൊത്തം പറഞ്ഞു നടക്കും. അങ്ങനെ നടക്കണ്ടെങ്കിൽ എനിക്ക് പണം തരണം എന്നാണ് മിസ്റ്റർ ഫെയ്നൽ ഇവിടെ പറയുന്നത്. വെറും പണമല്ല, അവരുടെ സ്വത്തുക്കൾ മുഴുവൻ തരണം. അതായത് ഭാര്യയുടെ പേരുള്ള സ്വത്തും എനിക്ക് വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ പേരുള്ള സ്വത്തും എനിക്ക് വേണം, അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും വിവാഹം ചെയ്യാനും പാടില്ല.
ബിക്കോസ് ഇൻ കേസ് വിവാഹം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്വത്തുക്കൾ അയാളുടെ പേരിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ എങ്ങോട്ടും പോകാതിരിക്കാൻ എല്ലാം എനിക്ക് തന്നെ വേണം എന്ന രീതിയിൽ ഇയാൾ ഒരു ഡിമാൻഡ് വെക്കുന്നു. ഓക്കെ, ഈ സമയത്ത് മിറബൽ അങ്ങോട്ട് രക്ഷകനെ പോലെ വരുന്നുണ്ട്. മിറബൽ വരുന്നത് അവളുടെ 2 സെർവൻറ്റെയും കൂട്ടിയിട്ടാണ്. അതായത് ഈ സെർവൻറ്റ്സ് വേലക്കാർക്കാണല്ലോ ഈ വീട്ടിലടക്കുന്ന പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ സെർവൻറ്റ് മുഖേന അവൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മിസ്സിസ് മാർവുഡും ഈ മിസ്റ്റർ ഫെയിനലും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഒരു പ്രൂഫ് സഹിതമായിട്ട് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് വേലക്കാർ മുഖേന അവരെ തെളിവെന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും മിസ്സിസ് ഫെയിനലിന് അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെ സമ്മതിച്ചു തരുന്നില്ല. അതായത് അങ്ങനെയൊന്നും ഇല്ലെന്നും അതുപോലെ തന്നെ എന്ത് സംഭവിച്ചാലും തനിക്ക് തൻ്റെ പണം വേണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഞാൻ നാശമാക്കുക എന്ന ഒറ്റ രീതിയിലാണ് മിസ്റ്റർ ഫെയിനൽ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് ലേഡി വിഷ്ഫോർട്ട് ഫുൾ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ നാണക്കേടിൽ നിന്ന് തടി വരണം, പണം നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ ലേഡി വിഷ്ഫോർട്ട് മിറബലിനോട് പറഞ്ഞു വെച്ചാൽ തൻ്റെ മരുമകളായ മിലമെൻറ്റിനെ നിനക്ക് വിവാഹം ചെയ്തു തരാം, പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എന്നെ ഈ നാണക്കേടിൽ നിന്നും നീ ഒന്ന് രക്ഷിക്കണം എന്ന് മാത്രം പറയുന്നുണ്ട്. ഈ പോയിന്റിൽ മിറബൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ സക്സസ്ഫുള്ളായിട്ടുള്ള അവസാനത്തെ തുറുപ്പ് ചീട്ട് പുറത്തെടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിന്നെ വിവാഹം ചെയ്യുന്നതിന് മുന്നേ മിസ്സിസ് അരബല്ല, അതായത് നിൻ്റെ ഭാര്യ എൻ്റെ കാമുകിയാണ് എന്നറിയാമായിരുന്നല്ലോ. ആ സമയത്ത് നിന്നെ അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ സ്വത്തിൻ്റെ കൺട്രോൾ അവൾ എനിക്കാണ് തന്നത്. അത് ഞാൻ തീരുമാനിക്കും ആർക്ക് സ്വത്ത് കൊടുക്കണം എന്നുള്ള കാര്യം. സോ ഇൻ കേസ് ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലാണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യം ആര് മുന്നോട്ട് വയ്ക്കുന്നു? മിസ്റ്റർ മിറബെല്ലെ മുന്നോട്ട് വയ്ക്കുന്നു. ഇതോടുകൂടിയിട്ട് ഫെയിനലിന് ഒന്നും പറയാനില്ലാത്ത അവസ്ഥയെ. കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ സ്വത്തും മകളുടെ സ്വത്തും ഒക്കെ കൈയിട്ട് വാരി കൊണ്ടുപോകാം എന്നുള്ള തോട്ടായിരുന്നു മിസ്റ്റർ ഫെയിനലിനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്ന അവസ്ഥയിൽ എല്ലാ സ്വത്തുക്കളും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ മിറബലാണ്. സോ അതുകൊണ്ട് മിറബലിനെ പിണക്കുവാണെങ്കിൽ തനിക്ക് സ്വത്തുക്കളൊന്നും കിട്ടില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ഈ ഫൈനലെത്തി. സോ അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഫൈനലിൽ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനലി ഒരു എല്ലാം കൂടി ഒരു കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു സന്തോഷത്തിൽ തന്നെയാണ്. അത് ലേഡി വിഷ്ഫോർട്ട് സെർവൻസിനൊക്കെ മാപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിറബലും മിലമെൻറ്റുമായുള്ള വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി അവർ ആഗ്രഹിച്ച പോലെ തന്നെ അവർ തമ്മിൽ വിവാഹം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കൾ 6,000 പൗണ്ട് നഷ്ടപ്പെടുകയും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ഇതിലാണ് ഈ പ്ലേ അവിടെ എൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്ലേ ആകെ മൊത്തം നോക്കുവാണെങ്കിൽ ഒരുപാട് കോമഡി എലമെൻറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻ നിറഞ്ഞ പ്ലോട്ടാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരുപാട് അവിഹിത ബന്ധങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പ്ലോട്ടായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഇൻ കേസ് ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകൂടി കേട്ടിട്ട് ക്യാരക്ടർ ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിൽ ക്യാരക്ടറിൻ്റെ പേര് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ബന്ധം മനസ്സിലാക്കാൻ സാധിക്കും. കേസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഭാഗം ഒന്ന് റിപ്പീറ്റായിട്ട് ഒന്നും കേൾക്കാൻ ശ്രമിക്കുക. And that's all. See you in the video. Bye.